നമ്മളെല്ലാവരും ഒരു ബേജാറും തോന്നലിന്റെ പേരല്ലേ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. ഇസ്ലാമോഫോബിയ ഇസ് റിയൽ. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്ലാമോഫോബിയ എന്നുള്ളത് ഒരു റിയാലിറ്റി ആണോ അതല്ലെങ്കിൽ ഒരു ആഗോള മാധ്യമ സൃഷ്ടിയാണോ എന്നുള്ളത് റിയാലിറ്റിയാണ്. അത് സൃഷ്ടിയായിരിക്കാം. ഇവിടെ എല്ലാ സാധനങ്ങളും സ്വാഭാവികമായിട്ടും ഇവിടെ ഉണ്ടാകുന്ന എല്ലാ സാധനവും ഒരു തിയറിന്റെ മുകളിൽ നല്ല ഉണ്ടാവുക. തിയറി കൂപ്റ്റപ്പ് തിയറി അങ്ങനെ സ്വാഭാവികമായിട്ടുമായിരിക്കും. പക്ഷെ ഈ കാലത്ത് ഓരോ കാലഘട്ടങ്ങളിലും ലോകത്തിനൊരു ഇര ഉണ്ടാവും. ഈ കാലഘട്ടത്തിൽ ലോകത്തിന്റെ ഇര ഇസ്ലാമാണ്, ഒന്നാമത്തെ ഇര. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് മാർക്കറ്റുള്ള ഒരു സാധനമാണ്. അത് പലരുടെയും കച്ചവടമാണ്, അതിജീവനാണ്, അങ്ങനെ പലതുമാണ്. ഇസ്ലാമോഫോബിയ റിയൽ ആണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇപ്പം കഴിഞ്ഞൊരു 10 വർഷത്തിനടുക്ക് ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്ത് തന്നെ വന്നിട്ടുള്ള ഒരു മാറ്റം, അവിടുത്തെ ഈ റൈറ്റ് വിങ് പൊളിറ്റിക്കൽ പാർട്ടീസ്, ഒരു നിശ്ചിത പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ട്, അത് കുറച്ചും കൂടി സ്ട്രെങ്തൻ ആയി. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു അജണ്ടകളൊക്കെ കൂടുതലായിട്ട് സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം നമ്മൾക്ക് BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷി ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യക്കുണ്ടായ മാറ്റം എന്താണ്, അല്ലെങ്കിൽ സാധാരണ അടിത്തട്ടിലുണ്ടാകുന്നൊരു മാറ്റം എന്താണെന്നത് സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി വിസിബിൾ ആയിട്ട് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ആളുകൾക്കെതിരെയുള്ള അക്രമങ്ങൾ നോർമലൈസ് ചെയ്യുന്നത്, ഈ റിലീജിയസ് ഐഡന്റിറ്റി ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത് പോലെയുള്ള സാധനങ്ങൾ ഉണ്ടായി തുടങ്ങുന്നുണ്ട്. അവരുടെയൊക്കെ ഇൻവോൾവ്മെന്റ് അതിലുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് ഞങ്ങൾ കുറച്ചും കൂടി ലിബറലായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒരു പരിധിവരെ റിയാലിറ്റി ആയിട്ടുണ്ട്. റിയലാണ്. നമ്മൾ പറയുന്ന പോലെ നമ്മളെല്ലാവരും ഒരു ബേജാറും തോന്നലിന്റെ പേരല്ലേ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. ഇസ്ലാമോഫോബിയ ഇസ് റിയൽ. അത് റിയൽ ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മളെ ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ് ഇസ്ലാമോഫോബിയന്റെ പവർ.